ഹലോ ഫ്രണ്ട്സ്, സ്പിരിച്വൽ ഡോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ക്ലിയറും ബ്യൂട്ടിഫുള്ളുമായിട്ടുള്ള സ്കിന്ന് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. നമുക്ക് ആകർഷണ നിയമത്തിലൂടെ നല്ല സ്കിന്ന് നേടാൻ കഴിയും, അല്ലേ? എല്ലാം എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല അനുഭവങ്ങൾ ആകർഷിക്കാൻ നിങ്ങളുടെ ചിന്തകൾ, വികാരങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവ ഉപയോഗിക്കുന്ന രീതിയാണ് ലോ ഓഫ് അട്രാക്ഷൻ. നിങ്ങളുടെ സ്കിൻ കെയർ റൊട്ടീനിൽ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ക്ലിയറും ഹെൽത്തിയും അതേപോലെ തിളക്കവുമുള്ള ചർമ്മം ആകർഷിക്കാൻ കഴിയും. എന്നാൽ ഈ മാനിഫെസ്റ്റേഷന് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ട്. അതിലൊന്നാമത്തേത് ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ്. അതുപോലെ തന്നെ നെഗറ്റീവ് എനർജിയും. അത് ഉപേക്ഷിച്ചാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് വർക്കാവുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായി അലൈൻ ആയിരിക്കണം. എന്താണ് വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്നുള്ളത് മുമ്പുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ വീഡിയോസ് ചെയ്യാം. നിങ്ങളുടെ മനസ്സിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഡെയിലി അഫർമേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ മാനസികാവസ്ഥ നെഗറ്റീവ് ആണെങ്കിലോ അത് നിങ്ങൾ വിചാരിച്ച കാര്യമായിരിക്കത്തില്ല നടക്കുന്നത്. പലർക്കും അതുകൊണ്ടാണ് അഫർമേഷനും വിഷ്വലൈസേഷനും ഒക്കെ വർക്ക് ചെയ്യാത്തത്. നിങ്ങളുടെ മൈൻഡ് സെറ്റും എനർജിയും മാറ്റുന്നതിലൂടെ നിങ്ങളുടെ സ്കിന്ന് ചേഞ്ച് ആവും. നിങ്ങൾ പോസിറ്റീവ് ചിന്തകളും ഫീലിങ്സിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ സിമിലർ ആയിട്ടുള്ള എനർജി, അതായത് സമാനമായിട്ടുള്ള എനർജി ആകർഷിക്കുന്ന വൈബ്രേഷൻ ആയിരിക്കും നിങ്ങൾ സെൻഡ് ചെയ്യുന്നത്. ആ ഒരു വൈബ്രേഷൻ അത് നിങ്ങളുടെ മൊത്തത്തിലുള്ള സ്കിന്നിനെ മെച്ചപ്പെടുത്തുകയും നിങ്ങളുടെ സ്ട്രെസ്സ് കുറയ്ക്കുകയും ചെയ്യും. ഇത് കൂടുതൽ ഫലം ചെയ്യുന്നത് ആക്നെ സ്കിന്നില്ലേ, അതായത് മുഖക്കുരു വന്നിട്ട് ഉള്ള സ്കിന്ന്, അങ്ങനെയുള്ള സ്കിന്നിന് ശരിക്കും നല്ല പോലെ ഫലം ചെയ്യും. നിങ്ങൾക്ക് വർഷങ്ങളായി മുഖക്കുരു ഉള്ള സ്കിന്നാണെങ്കിൽ, അതായത് ആക്നെ സ്കിന്നാണെങ്കിൽ, ഓരോ തവണ കണ്ണാടിയിൽ നോക്കുമ്പോഴും അത് പിന്നെയും നിങ്ങൾ ഓർക്കുമല്ലേ? അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ക്ലിയർ സ്കിൻ അനുഭവപ്പെടാൻ തുടങ്ങുക എന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ചർമ്മം ഉണ്ടെന്ന് സ്വയം ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. മറിച്ച് അതിൻ്റെ ഒരു വികാരം, അതായത് അതിൻ്റെ ഒരു ഫീലിങ്സ്, ക്ലിയർ സ്കിന്നിൻ്റെ ഒരു ഫീലിങ്സ് നമ്മൾ പരിശീലിക്കണം. അതായത് ക്ലിയർ സ്കിൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫീൽ എന്തായിരിക്കും? ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വിചിത്രമായിട്ടൊക്കെ തോന്നാം. എന്നാൽ ഫീലിങ്സ് നിങ്ങളിൽ മാറ്റം വരുത്തും, ഉറപ്പാണ്, 100% ഉറപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഭാഗങ്ങളിലേക്ക്, അതായത് സ്കിന്നിൽ നമുക്ക് ആക്നെയുള്ള ഭാഗങ്ങളുണ്ടല്ലോ, അവിടേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് നിർത്തണം. ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ഇതിനു വേണ്ടി നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കൊടുക്കാം. എൻ്റെ ചർമ്മം വ്യക്തവും ആരോഗ്യകരവും തിളക്കവുമുള്ളതാണ് എന്ന അഫർമേഷൻ എല്ലാ ദിവസവും ആവർത്തിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പുനർക്രമീകരിക്കാനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ലിയർ സ്കിന്നിനെ ആകർഷിക്കാനും കഴിയും. ഇതുകൂടാതെ നിങ്ങൾക്ക് ക്ലിയർ സ്കിന്ന് വേണമെങ്കിൽ ഡെയിലി റൊട്ടീനിൽ മെയിനായിട്ടുള്ള കാര്യം സെൽഫ് കെയർ ആണ്. അതിനുവേണ്ടി നമ്മൾ ഡെയിലി റൊട്ടീനിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് റിലാക്സിങ് ബാത്ത്, യോഗ, നല്ല ഉറക്കം, ധ്യാനം തുടങ്ങിയ കാര്യങ്ങൾ. അതായത് നമ്മുടെ ദിനചര്യയിൽ ഒരു സ്ഥിരത വേണം, അതൊരു കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ക്ലിയർ സ്കിന്ന് ലഭിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് പ്രപഞ്ചത്തിനോട് പറയാനുള്ള മാർഗമാണിത്. അതിനുവേണ്ടി ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി നിങ്ങൾ രാവിലെ 3 കാര്യങ്ങൾക്കെങ്കിലും നന്ദി പറയുന്നത് ശീലമാക്കുക.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഗ്രാറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താനും പോസിറ്റീവ് സ്പേസിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനും ഉള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണിത്. പ്രത്യേകിച്ച് ടൂളിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഭക്ഷണത്തിൻ്റെ പങ്ക് വലുതാണ്. വൈറ്റമിൻസ്, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻസ് ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇതൊക്കെ ചർമ്മത്തിൻ്റെ ആരോഗ്യകരമായ പ്രവർത്തനത്തെ സഹായിക്കും. നമ്മുടെ ഭക്ഷണത്തിൽ ഇലക്കറികൾ, ഫിഷ്, നട്ട്സ്, ബെറീസ്, സീഡ്സ് ഒക്കെ ഉൾപ്പെടുത്തണം. അതേപോലെ തന്നെ പഞ്ചസാരയും ജങ്ക് ഫുഡും ഒക്കെ കുറച്ച് കൊണ്ടുവരണം. ആരോഗ്യകരമായ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചെറുതായി ആരംഭിച്ച് ഓരോ ദിവസവും ചെറിയ ചെറിയ മാറ്റം വരുത്തുക. മാറ്റങ്ങൾ വരുത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള കാര്യം നമ്മുടെ ദിനചര്യയിൽ ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ്. ക്ലിയർ സ്കിന്ന് ലഭിക്കാൻ വേണ്ടി സ്വയം പരിപാലിക്കുക, ആരോഗ്യകരമായ ശീലങ്ങൾ സ്വീകരിക്കുക, വ്യക്തവും ആരോഗ്യകരവും തിളക്കവുമാർന്ന ചർമ്മത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ പോസിറ്റീവ് ചിന്തകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിഷ്വലൈസേഷൻ. ഡെയിലി 10 മിനിറ്റ് വിഷ്വലൈസേഷന് വേണ്ടി മാറ്റിവെക്കുക. ഈ കാര്യങ്ങളെല്ലാം ഡെയിലി റൊട്ടീനിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ സ്കിന്നിൽ പ്രകടമായ മാറ്റം കണ്ടുവരും. ക്ഷമയോടെ, സ്ഥിരതയോടെ ഇരിക്കാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കിന്ന് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുമെന്ന് വിശ്വസിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.